കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഓ, ഇയാളായിരുന്നല്ലേ? അറിയാം സാർ. അവരുടെ കയ്യിലാ കിട്ടിയത്. ഇതിന്റെ സീരിയസ്നെസ് അവർക്കറിയില്ല. താൻ നോക്കിയിടത്ത് തന്നെ ഒന്നുകൂടെ പോയി നോക്കാമായിരുന്നില്ലേ? കിട്ടിയത് അവരുടെ കയ്യിലായതുകൊണ്ട് അവർ ഈ റിവോൾവർ ഇവിടെ കൊണ്ടുവന്നു. വല്ല കള്ളന്മാരുടെയോ ക്രിമിനൽസിന്റെയോ കയ്യിലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. സസ്പെൻഷനും കൂടെ ഡിസ്മിസലും കുറച്ചുകാലം ജയിൽവാസവും അനുഭവിക്കാമായിരുന്നു. ഇനിയെങ്കിലും അതൊക്കെ സൂക്ഷിക്കണം. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല സാർ. ഉണ്ടാകരുത് സാർ. പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത് മറ്റൊരാവശ്യത്തിന് കൂടിയാ. എന്താണ് സാർ? അപ്പുറത്തേക്കുന്ന ആളോട് വരാൻ പറ. സാർ. അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. തന്നെ ഞാൻ സസ്പെൻഡ് ചെയ്ത ദിവസം ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റുമായി വന്നില്ലേ? താനത് ഓർക്കുന്നുണ്ടോ? യെസ് സാർ. ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കംപ്ലൈന്റ് തന്നത്. നീരേറ്റ് കോളനി എന്നാണ് അഡ്രസ് വെച്ചിരിക്കുന്നത്. താനീ നിൽക്കുന്ന പെൺകുട്ടി ഒന്ന് നോക്കിയേ. സാർ, ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞാണ് ശ്രീലക്ഷ്മി കംപ്ലൈന്റ് തന്നത്. ഈ കുട്ടിയെ കണ്ടുപിടിക്കാൻ പേഴ്സണലായി ശ്രീലക്ഷ്മി എന്നോട് സഹായവും ആവശ്യപ്പെട്ടിരുന്നു. ശ്രീലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ഇവരുടെ തട്ടുകടയിൽ ചെന്ന് അന്വേഷിച്ചതുമാണ്. ശ്രീലക്ഷ്മിയും അവിടെ വന്നിരുന്നു. പക്ഷേ അന്ന് ഈ പെൺകുട്ടി എവിടെയോ പോയിട്ട് വരാൻ താമസിച്ചു സാർ. സാർ, നിങ്ങൾ ഈ പറയുന്ന ശ്രീലക്ഷ്മി എന്റെ മകളാണ് സാർ. തന്റെ മകളോ? കൊള്ളാം. എന്നിട്ട് ഈ പെൺകുട്ടി തന്റെ കൂടെയാണ് താമസിക്കുന്നതെന്നുള്ള വിവരം ഇതുവരെ നിങ്ങളുടെ മകൾക്കറിയില്ലേ? അറിയാം സാർ. പിന്നെ എന്തിനാടോ തന്റെ മകൾ കംപ്ലൈന്റുമായിട്ട് വന്നത്? എന്താ രാഗസുധയ്ക്ക് ശ്രീലക്ഷ്മി എങ്ങനെയാ പരിചയം? സാർ, അത് അങ്ങളുടെ മകളാണെന്നറിയാം. ശ്രീലക്ഷ്മി എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത്. അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു മുൻപരിചയമില്ല. ഞാൻ ഇവിടെ വെച്ചാ ശ്രീലക്ഷ്മി ആദ്യം കാണുന്ന പോലും. എന്തൊക്കെയാണോ ഇത്? ആകെ തലവേദനയാലോ. ആ പെൺകുട്ടിയാണെങ്കിൽ 20 വർഷം മുമ്പ് കാണാതെ പോയ അനിയത്തിയാണ് ഈ കുട്ടിയെന്ന് പറയുന്നു. അച്ഛനും അമ്മയും വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടാണ് കംപ്ലൈന്റ് തരാത്തതെന്നൊരു കഥയും. ഇവരെല്ലാം നേരെ തിരിച്ചും പറയുന്നു. സാർ, സത്യമായിട്ട് എന്റെ മോൾ അങ്ങനെ ഒരു കംപ്ലൈന്റ് തന്നത് എന്തിനാണെന്ന് അറിയില്ല സാർ. എന്തുവാണോ ഇത്? സ്വന്തം കുടുംബത്തിൽ നടക്കുന്നൊന്നും താൻ അറിയുന്നില്ലേ? തന്റെ കയ്യിൽ ആ ശ്രീലക്ഷ്മിയുടെ ഫോൺ നമ്പർ ഉണ്ടോ? ഉണ്ട് സാർ. അവരെ വിളിച്ച് കാണാതായ രാഗസുധ ഇവിടെ കിട്ടിയിട്ടുണ്ട്, എത്രയും വേഗം സ്റ്റേഷനിലേക്ക് വരാൻ പറ. ശരി സാർ. നിങ്ങൾ അപ്പുറത്ത് പോയിരിക്കേ. ഹലോ മാഡം, ഞാൻ എസ് ഐ പ്രേംനാഥാണ് സംസാരിക്കുന്നത്. പറയൂ സർ. മാഡം ഒരു കംപ്ലൈന്റ് തന്നിരുന്നില്ലേ 20 വർഷം മുമ്പ് സഹോദരിയെ കാണാതായി എന്നും പറഞ്ഞു? ഓ, മനസ്സിലായി. എന്താ സർ വിളിച്ചത്? മാഡം അത്യാവശ്യമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. പോലീസ് സ്റ്റേഷനിലേക്കോ? എന്തിന്? മാഡം കാണാനില്ലെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് തന്ന പെൺകുട്ടി ഇപ്പോ നമ്മുടെ സ്റ്റേഷനിലുണ്ട്. എന്തിനാ അവർ സ്റ്റേഷനിൽ വന്നത്? അത് മാഡത്തിന്റെ അച്ഛന്റെ ഷോപ്പിനടുത്ത് വെച്ച് എന്റെ സർവീസ് റിവോൾവർ മിസ്സായിരുന്നു. അത് തിരികെ കൊണ്ടുതരാൻ മാഡത്തിന്റെ അച്ഛനോടൊപ്പം വന്നപ്പോഴാ ഞങ്ങൾ ആളെ തിരിച്ചറിഞ്ഞത്. സി സാർ മാഡത്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മാഡം ഒന്ന് വന്നാൽ. സർ, സർ, ഞാൻ അവരെ ഓൾറെഡി മീറ്റ് ചെയ്തു. ഇപ്പൊ എനിക്ക് പരാതിയൊന്നുമില്ല. സോറി സർ, അവരെ കണ്ടിരുന്നെന്ന കാര്യം ഇൻഫോം ചെയ്യാതിരുന്നത് എന്റെ മിസ്റ്റേക്കാ. ഏയ്, ഇറ്റ്സ് ഓക്കെ മാഡം.
സാറൊന്ന് CI സാറിനോട് പറയണം. പരാതി ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ സ്റ്റേഷനിലേക്ക് വരേണ്ട കാര്യമുണ്ടോ സർ? വേണ്ട മാഡം, CI സാറിനോട് ഞാൻ സംസാരിക്കാം. താങ്ക് യു സർ. ഓക്കെ. സാർ. ആ, എന്തു പറഞ്ഞു? ഉടനെ വരുമോ? അല്ല സാർ, ശ്രീലക്ഷ്മി പറഞ്ഞത് കംപ്ലൈന്റ് തന്നതിനു ശേഷം ഈ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചു എന്നാണ്. ഓ, അതുകൊണ്ട് അവർക്ക് ഇവിടെ വരെ ഒന്ന് വന്നാലെന്താ? അല്ല സാർ, അവർക്കിപ്പോ പരാതിയൊന്നും ഇല്ലെന്ന് പറയുന്നു. അതുകൊള്ള, അവർക്ക് പരാതിയില്ല, വരാനാവില്ല എന്ന് പറയുമ്പോ അത് ഓടി വന്ന് എന്നോട് പറയുന്നതാണോ തന്റെ ഡ്യൂട്ടി? ഡു വാട്ട് ഐ സെഡ്. ഫോൺ ചെയ്ത് വരാൻ പറയടോ അവരോട്. ഇവരീ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ മിസ്മാച്ചിങ് ഉണ്ട്. കാണാനില്ലെന്ന് ശ്രീലക്ഷ്മി പറഞ്ഞ പെൺകുട്ടി അവരുടെ തന്നെ അച്ഛനമ്മമാരോട് കൂടി താമസിക്കുന്നു. ആ പെൺകുട്ടി ശ്രീലക്ഷ്മിയുടെ സഹോദരിയാണെന്ന് ശ്രീലക്ഷ്മി പറയുന്നു. അതവരുടെ മാതാപിതാക്കൾ നിഷേധിക്കുന്നു. സാർ, അത് എന്താണോ നിന്ന് പരിങ്ങുന്നത്? ഇനി താനും അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ ഇതൊക്കെ? അയ്യോ അല്ല സാർ. അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനും തൂക്കി അകത്തിടോ. സാർ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ട്. ആ, പറ. സാർ, ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി പ്രമുഖ വ്യവസായി രവിചന്ദ്രവർമ്മന്റെ ഭാര്യയാണ്. ഏത്? വർമ്മൻ ഗ്രൂപ്പിന്റെയോ? അതെ, അത് തന്നെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവർ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവും ഭാര്യ സഹോദരിയുമാണ്. താൻ ഇതെന്താണോ പറയുന്നത്? രവിചന്ദ്രന്റെ അമ്മായിയപ്പന് തട്ടുകടയോ? തന്നെ ഇതാരോ പറഞ്ഞു പറ്റിച്ചതാ? അതോ താൻ ഇനി എന്നെ പൊട്ടനാക്കുകയാണോ? അല്ല സാർ, അതൊരു പ്രേമവിവാഹമായിരുന്നു. അതിനു പിന്നിൽ ഒരുപാട് കഥകളുണ്ട് സാർ. എന്റെ അഭിപ്രായത്തിൽ നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഈ സംഭവം എങ്ങാനും ആ രവിചന്ദ്രവർമ്മൻ അറിഞ്ഞാൽ നമ്മുടെ കൈവിട്ടു പോകും. അങ്ങേർക്കാണെങ്കിൽ കേന്ദ്രം മുതൽ ഇങ്ങോട്ട് പിടിയുള്ളതാ. മാത്രമല്ല, ഞാൻ ഈ സുദർശൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് അന്വേഷിച്ചു. ഒരു സാധുവാ. ഞാനിപ്പോ എന്തു വേണമെന്നാ താൻ പറയുന്നേ? സാർ, നഷ്ടപ്പെട്ട റിവോൾവർ നമുക്ക് തിരികെ കിട്ടി. ശ്രീലക്ഷ്മി തന്ന പെറ്റീഷനിലെ പെൺകുട്ടിയെ അവർ തന്നെ കാണുകയും ചെയ്തു. പരാതിയൊന്നുമില്ലെന്ന് അവർ പറയുന്ന സ്ഥിതിക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് തലയൂരാം. ആവശ്യമില്ലാത്ത വയ്യാവേലി നമ്മളായിട്ട് എന്തിനാ പിടിക്കുന്നത്? താൻ വാ. ആ, തൽക്കാലം നിങ്ങൾ പൊയ്ക്കോ. വളരെ ഉപകാരം സാർ. മോഷ്ടിച്ച റിവോൾവർ കൈവശം വെച്ചു എന്ന് പറഞ്ഞ് പിടിച്ചകത്തിടാനുള്ള വകുപ്പുണ്ട്. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ചെല്ലേ. ആ, ഒന്ന് നിന്നേ. ഇങ്ങനെ മുൻപരിചയമില്ലാത്തതും എന്താ ഏതാന്നറിയാത്ത ഒരാളെ കണ്ടാൽ ഉടനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയല്ല വേണ്ടത്. സ്റ്റേഷനിൽ വന്ന് ഇൻഫോം ചെയ്യണം. മനസ്സിലായോ? മനസ്സിലായി സാർ. ആ, പൊയ്ക്കോ. എന്താ മോളെ ഇവിടെ സംഭവിക്കുന്നത്? ശ്രീലക്ഷ്മി എന്തിനാ നിന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തത്? അതും 20 വർഷം മുമ്പ് കാണാനില്ലെന്ന് പറഞ്ഞു. സ്വന്തം ചേച്ചിയെ കണ്ട സന്തോഷമായിരുന്നു അന്ന് ശ്രീലക്ഷ്മിയുടെ മുഖത്ത് കടയിൽ വെച്ച് കണ്ടപ്പോഴും. എന്താണ് നടക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിനക്ക് ശ്രീലക്ഷ്മിയെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? അയ്യോ, അങ്കിൾ എന്തായി പറയുന്നേ? ശ്രീലക്ഷ്മി ഞാൻ ആദ്യമേ നേരി കാണുന്നത് തന്നെ നമ്മുടെ കടയിൽ വെച്ചാ. ശ്രീലക്ഷ്മിയാണ് എന്നെ കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോ അങ്കിളിനേക്കാളും ഞെട്ടലും സംശയം എനിക്കാ ഉണ്ടായത്. ശ്രീലക്ഷ്മിക്ക് മാത്രമേ ഇതിനൊക്കെ ഒരു ഉത്തരം തരാനാവൂ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല അങ്കിളെ. ശരി, ഞാൻ ശ്രീലക്ഷ്മിയോട് തന്നെ ചോദിക്കാം. ഇനി എന്താ സത്യമെന്ന് ശ്രീമോൾക്കല്ലേ അറിയാവൂ. വാ പോവാം. എന്താ ശ്രീലക്ഷ്മി, താൻ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു? അതെ, വിളിച്ചിട്ടിപ്പോ 15 മിനിറ്റ് കഴിഞ്ഞു. സോറി, കുറച്ച് അർജന്റ് വർക്ക്സ് ഉണ്ടായിരുന്നു. ഈ ഓഫീസിൽ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഹെഡായ എനിക്കാണോ വൈസ് പ്രസിഡന്റായ സാന്ദ്രയ്ക്കാണോ കൂടുതൽ അധികാരം?
ഓഫ് കോഴ്സ് ശ്രീലക്ഷ്മിക്ക് തന്നെ. ആ അധികാരം എനിക്കിനി മുതൽ കിട്ടണം, തരണം. സാന്ദ്ര അടക്കമുള്ള എല്ലാവരും. ശരി ശ്രീലക്ഷ്മി. തന്റെ മേലുദ്യോഗസ്ഥയെ പേരെടുത്താണോ വിളിക്കുന്നത്? മുൻപ് പേരിന്റെ കൂടെ ഒരു പ്രയോഗം കൂടി ഉണ്ടായിരുന്നല്ലോ. ഈയിടെയായിട്ട് ഞാനത് കേൾക്കുന്നില്ല. മറന്നതാണോ അതോ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? സോറി ശ്രീലക്ഷ്മി മാഡം. ഇനി മുതൽ എന്നെ അങ്ങനെ സാന്ദ്ര വിളിക്കാവൂ. ശരി മാഡം. തന്നെക്കാൾ അധികാരം എനിക്ക് ഈ ഓഫീസിലുണ്ട്. അതിനപ്പുറം രവിസാറിന്റെ മേലും. ഓക്കെ മാഡം. സാന്ദ്ര ഒന്ന് നിന്നേ. എന്നെയും എന്റെ ഭർത്താവിനെയും ഞങ്ങളുടെ വഴിക്ക് വിട്ടേക്ക്. ഞങ്ങളുടെ ജീവിതത്തിനിടയിലേക്ക് സാന്ദ്ര ഇനിയും വരരുത്. അതാർക്കും നല്ലതിനാവില്ല. ഒന്നാമത് സാന്ദ്രക്ക് ഇനി നല്ലൊരു ജീവിതമൊക്കെ ഉള്ളതല്ലേ. വെറുതെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനിയും താൻ തലയിടണ്ട. ഇനി ഇങ്ങനൊരു വാർണിംഗ് ഉണ്ടാവില്ല. സാന്ദ്ര പോയിക്കോ. എന്നിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കേ. പറ്റില്ലെങ്കിലോ? ആദ്യം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോണ്ട് നിന്നത് അത് ഒഫീഷ്യൽ കാര്യമായതുകൊണ്ടും എന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടുമാണ്. പക്ഷെ പോയ എന്നെ വിളിച്ചു നിർത്തി രണ്ടാമത് പറഞ്ഞത് എന്റെ പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് തന്നെ അത് കേട്ടുകൊണ്ടങ്ങ് പോകാൻ പറ്റില്ലല്ലോ ശ്രീലക്ഷ്മി മാഡം. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും എനിക്കറിയാം. രവി സാറിന്റെ ഒരു സമ്മതം മതി ശ്രീലക്ഷ്മി വർമ്മൻ വില്ലയുടെ പടി ഇറങ്ങാനും സാൻഡ്ര ആ പടി കയറാനും. പിന്നെ ശ്രീലക്ഷ്മി എന്നൊരു പെൺകുട്ടിക്കോ ഭാര്യയ്ക്കോ എന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഞാൻ കൊടുത്തിട്ടില്ല. അന്നും ഇന്നും ഞാൻ സ്ഥാനം കൊടുത്തതും പ്രതിഷ്ഠിച്ചതും രവിചന്ദ്രവർമ്മൻ എന്ന ആളെയാ. ആ ആളെ ഇന്നല്ലെങ്കിൽ നാളെ എന്നെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഈ സാൻഡ്ര മരിക്കണം, ആരെങ്കിലും കൊല്ലണം. കൊല്ലാനും സാന്ദ്രയെ പോലെ ആകാനൊന്നും ശ്രീലക്ഷ്മിക്ക് പറ്റില്ല. നീ ഇത്ര നേരം പറഞ്ഞതിന് നീരേറ്റ കോളനിയിൽ ഒരൊറ്റ വാക്കിലൊരു പേര് പറയും: അവിഹിതം. ഓ, ഇതിനെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ ഭർത്താവ് അറിയാതെയല്ലേ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത്? അപ്പൊ അതിന്റെ പേര് അവിഹിതം എന്നല്ല, അഹങ്കാരം എന്നാ. എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തെ നിനക്ക് എന്ത് പേരിട്ടും വിളിക്കാം. കാരണം അതിന് കാരണക്കാരിയെ നീയാണല്ലോ. നീ തലയ്ക്ക് സുഖമില്ലാതെ സാറിനെ കളഞ്ഞിട്ട് പോയതോടെയാ ഇതിനെല്ലാം തുടക്കം. സാൻഡ്രയായിട്ട് കർട്ടനിട്ട പ്രണയത്തിന് വീണ്ടും കർട്ടൻ പൊങ്ങിയത് അവിടെയാണ്. ഇനി സാൻഡ്ര ആ കർട്ടൻ താഴ്ത്തുമ്പോ ഞാൻ രവി സാറുമായി വേദിയിലും നീ കാഴ്ചക്കാരിയായി വേദിക്ക് പുറത്തും. ജീവിതത്തിൽ തനിച്ചായി പോകുമ്പോ ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയുണ്ട്. ഞാനത് കുറെ അനുഭവിച്ചതാ. നിനക്ക് പിന്നെ ഓൾറെഡി ഭ്രാന്ത് ഉള്ളതുകൊണ്ട് അതിന്റെ കാഠിന്യം കൂടുകയുള്ളൂ. ഇപ്പോ ഈ പറഞ്ഞതിന്റെ സ്വപ്നം ഉണ്ടല്ലോ, ഒരിക്കലും നടക്കാത്ത ഈ സ്വപ്നം, അത് 4 മടക്കി വീട്ടിൽ തന്നെ വച്ചേക്ക്. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഉപദേശം തന്നത് എനിക്ക് എന്റെ ഭർത്താവിന്റെ വിശ്വാസക്കുറവുള്ളത് കൊണ്ടൊന്നല്ല. നീ നന്നാവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച. ഇല്ല എന്ന് നീ ശപഥം ചെയ്ത് പറയുന്ന സ്ഥിതിക്ക് നിന്നെ ഇനി എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാം. നീ ഇനി എന്തൊക്കെ പരാക്രമം കാണിച്ചാലും ശരി,
എന്റെ ഭർത്താവ് രവി സാറ് ചവിട്ടി നടക്കുന്ന ഒരു പുല്ലിന്റെ വില പോലും നിനക്ക് തരില്ല. അതിലെനിക്ക് ഒരു സംശയവും ഇല്ല. ആരുമില്ലാത്ത ഒരു അനാഥയായ പെൺകുട്ടിയോട് തോന്നുന്ന ഒരു സിമ്പതി, അതിനെയാണ് നീ പ്രണയം എന്ന് പേരിട്ട് വിളിക്കുന്നത്. എന്റെ ഭർത്താവിനെ എനിക്ക് വിശ്വാസം, അതിലുപരി സ്നേഹവാ, ബഹുമാനവാ. ഞാൻ എന്റെ സാറിന് ഒരു കുറവും വരുത്തുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ തന്നെ അത് നികത്താൻ നീ വരേണ്ടതാനും. നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനം അന്തിമമാണ്. ഒരാടി പിന്നോട്ട് വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ സ്നേഹത്തെ നീ വിശ്വസിക്കുന്ന പോലെ എന്റെ ഇഷ്ടങ്ങളെ ഞാനും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ രവി സാറിനെ കുറിച്ച് എന്തറിയാം നിനക്ക്? നീ അറിയുന്നതിനേക്കാൾ എത്രയോ കാലം മുമ്പ് എനിക്കറിയാം ആ മനുഷ്യനെ. ഞാനും സാറും തമ്മിൽ പുതിയൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയപ്പോഴാ അതിനിടയിലേക്ക് നീ വലിഞ്ഞു കയറി വന്നത്. പാവം നടിച്ച് നീ എല്ലാവരെയും വശത്താക്കി. അതിൽ പെട്ടുപോയത് എന്റെ സാറും കൂടി ആയിപ്പോയി. സാറ് വിഷമിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാ. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നിന്നെ ഞാൻ അന്നേ വെട്ടിയെറിഞ്ഞ് പൊട്ടിക്കിട്ട് കൊടുത്തേനെ. നീയായിട്ട് എരന്ന് വാങ്ങിയതാ ഈ അടി. ഇനി നീ ഇവിടെ നിന്ന് പ്രസംഗിച്ച നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. വേണ്ട വേണ്ടെന്ന് വെക്കും തോറും തലയിൽ കയറുന്നോ? ഇത് കണ്ടോ നീ? ദൈവത്തിനെ സാക്ഷി നിർത്തി രവിചന്ദ്രവർമ്മൻ കെട്ടിയ താലിയായത്. ഇത് പൊട്ടിക്കാൻ നിന്റെ ഈ ജന്മം പോരാ. അതിന് നീ ഒന്നുകൂടി ജനിക്കണം. ഇങ്ങനത്തെ പാഴ്ജന്മമായിട്ടല്ല, സുദർശന്റെയും സരോജത്തിന്റെയും മകളായിട്ട്. എന്റെ തനി സ്വരൂപം നീ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് നീയായിട്ട് നിർബന്ധിക്കരുത്. അത് നിന്റെ ചിതയ്ക്ക് നീ തന്നെ തീ കൊളുത്തുന്നതിന് തുല്യ. നിന്റെ ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകളും അനാവശ്യ സ്വപ്നങ്ങളും നിന്റെ തന്നെ അന്ത്യനാൾ അടുത്തതിന്റെ സൂചനയാ. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. എന്റെ രവി സാറിന് വേണ്ടി ആവുമ്പോ അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യും. നീ കണ്ടതോ അറിഞ്ഞതോ അല്ല ശരിക്കുള്ള ശ്രീലക്ഷ്മി. ആ ശ്രീലക്ഷ്മി സാന്ദ്രയ്ക്ക് അപരിചിതയായ ശ്രീലക്ഷ്മിയാ. അതുകൊണ്ട് ഇനി മേലിൽ ഞങ്ങളുടെ മേൽ നിന്റെ നിഴലെങ്കിലും വീണാലുണ്ടല്ലോ, നീ അവസാനമായി കാണുന്നത് അപരിചിതയായ എന്നെ ആയിരിക്കും. മൈൻഡ് ഇറ്റ്. ഈ വീട്ടിലേക്ക് താമസം മാറിയിട്ടിപ്പോ കുറച്ചു നാളുകളെ ആയുള്ളൂ. കുറെ നാള് പൂട്ടിയിട്ടിരിക്കായിരുന്നു. ചില പ്രശ്നങ്ങൾ കൊണ്ട് പഴയ വീട്ടിൽ നിന്നും വേഗം ഇങ്ങോട്ട് മാറേണ്ടി വന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ഗായത്രി ദേവി അമ്മയ്ക്ക് വിഷമൊന്നും വരരുത്. ഈ വീടിരിക്കുന്ന വസ്തു വാസ്തുദോഷമുള്ള ഒന്നാണ്. സാമ്പത്തിക നഷ്ടം, കുടുംബകലഹം, രോഗാരിഷ്ടത ഒക്കെ ഉണ്ടാവാൻ ഈ വാസ്തുദോഷം തന്നെയാണ് കാരണം. എന്തിന്? ദുർമരണം വരെ സംഭവിക്കാമെന്നാണ് പ്രശ്നവിധിയാൽ കാണുന്നത്. കിഴക്കു പടിഞ്ഞാറ് നീളത്തിൽ തെക്കു വടക്ക് വീതി കുറഞ്ഞ ഭൂപ്രദേശത്ത് ഭവന നിർമ്മാണം നടത്തുകയും അവിടെ പാർക്കുകയും ചെയ്യുന്നത് ആപത്തുകളെ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി അറിയാനുണ്ട്. ഈ ഭവനത്തിലോ അല്ലെങ്കിൽ വളരെ ബന്ധപ്പെട്ട ബന്ധുവിനോ സ്വന്തക്കാർക്കോ അങ്ങനെ ആർക്കെങ്കിലും
ദുർമരണം സംഭവിച്ചിട്ടുണ്ടോ?